ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാനുമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയതോടുകൂടി സ്വപ്നയ്ക്ക് ഗിരിയോടും മഞ്ജുവിനോടും മഹിമയോടും പകയും വാശിയും ഒക്കെ കൂടുകയാണ്. അങ്ങനെ ഗിരിയെയും മഞ്ജുവിനെയും മഹിമയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്വപ്ന അവിടെ നിന്നും പോകുന്നത്. ഗിരിക്കാണെങ്കിലോ സ്വപ്നയ്ക്ക് അടി കിട്ടിയതോടുകൂടി ഒരു സന്തോഷം വരികയാണ്. അവളുടെ അഹങ്കാരത്തിന് അമ്മയെ കൊണ്ട് തന്നെ അടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ് ഗിരിക്ക്. പിന്നീട് പീതാംബരൻ സഞ്ജയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ചാച്ചു പറയുന്നുണ്ട്, അയാളെ വിശ്വസിക്കരുത്, അയാൾക്ക് ഇങ്ങനെ പണം കൊടുത്താലൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ സഞ്ജയ് പറയണേ, ഗിരിയാണ് അയാളെന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് തന്നെ, ഗിരി കാരണമാണ് അയാൾ ഇപ്പോൾ ഇവിടെ നിന്ന് വിലസുന്നത്, അച്ഛനെ രക്ഷിക്കാൻ കാരണമായത് അയാളാണ്, അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നമ്മളെ കയ്യിൽ നിന്നും പൈസയൊക്കെ വാങ്ങുന്നത്. എന്തായാലും അയാൾക്ക് ഇന്നത്തോടു കൂടി അയാളുടെ ശല്യം ഒന്ന് തീർക്കണം എന്നൊക്കെ പറയട്ടെ. അപ്പോഴാണ് അവിടേക്ക് പീതാംബരൻ വരുന്നത്. അങ്ങനെ പീതാംബരൻ ആവശ്യപ്പെട്ട തുകയൊന്നും എൻ്റെ കയ്യിലില്ല, 10 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സഞ്ജയ് പൈസ കൊടുക്കുകയാണ്. അപ്പോൾ പീതാംബരൻ അടുത്ത ഒരു അടവെടുക്കുകയാണ്. സഞ്ജയുടെ കാറ് സ്വന്തമാക്കണമെന്ന് തീരുമാനിച്ചിട്ട് സഞ്ജയോട് ആ കാറിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അപ്പോൾ സഞ്ജയ് നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുകയാണ്, നല്ല കാറാണ്, ഓട്ടോമാറ്റിക് ആണ്, ഞാൻ വാങ്ങിയിട്ട് അധികമായിട്ടില്ല, 2 മാസമായിട്ടുള്ളൂ എന്ന് പറയണേ. അപ്പോൾ സഞ്ജയോട് പീതാംബരൻ ചോദിക്കുകയാണ്, കാശിന് ടൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാർ എടുക്കാനുള്ള പൈസയുണ്ട് അല്ലേ? എന്തായാലും എനിക്ക് തീരെ വയ്യ, ഓട്ടോയിൽ സഞ്ചരിച്ച കാരണം വല്ലാത്ത മേലും കൈയും വേദന, എനിക്കാണെങ്കിലോ പല സ്ഥലങ്ങളിലും ഇതുപോലെ പോവാനുള്ളതാണ്, അപ്പോൾ എൻ്റെ കാറാണെങ്കിലോ പണി മുടക്കിയിരിക്കുകയാണ്, തൽക്കാലം ഞാനിപ്പോൾ സഞ്ജയുടെ കാർ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ചാവി അങ്ങ് എടുക്കുകയാണ്. അതോടുകൂടി സഞ്ജയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അപ്പോൾ ചാച്ചു തൊട്ടരികിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാച്ചു മനസ്സിൽ കരുതുകയാണ്, ഇയാൾ ഒരു കുറുക്കൻ തന്നെയാണ്, ഇയാളുടെ ഇടപാട് എത്രയും പെട്ടെന്ന് തീർക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഓരോ കാരണവും പറഞ്ഞ് അയാൾ ഇവിടേക്ക് കയറി വരുമെന്നൊക്കെ ചാച്ചു ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തേക്കാണ് ഈ കാറ് കൊണ്ടുപോകുന്നത്, എനിക്ക് തരാനുള്ള ബാക്കി തുക കൂടി തന്നു കഴിഞ്ഞാൽ ഈ കാറ് ഞാൻ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പീതാംബരൻ പോവുകയാണ്. പിന്നീട് മഹിമയെ കാണാൻ വേണ്ടി മുകുന്ദൻ കോളേജിലേക്ക് ചെല്ലുകയാണ്. മഹിമയ്ക്ക് മുകുന്ദനോട് ചെറിയ അകൽച്ചയുള്ളതായിട്ട് മുകുന്ദനും തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകുന്ദൻ മഹിമയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കണ്ടും കൊണ്ട് അബിയും കൂട്ടുകാരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. മഹിമയാണെങ്കിലോ വക്കീലിനെ കണ്ടതോടുകൂടി അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് സംസാരിക്കുകയാണ്, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്നൊക്കെ പറയുമ്പോൾ എനിക്കിനി ആരുടെയും സഹായം വേണ്ട, എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ കഴിയുമെന്നുള്ളത് എനിക്ക് തന്നെ അറിയാം, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കുട്ടിയല്ല എന്നുള്ളത് ചിലവരെയൊക്കെ ബോധ്യപ്പെടുത്തണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്നും എനിക്ക് തന്നെ പ്രാപ്തിയുണ്ട് എന്നൊക്കെ ചിലവരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കണം, അതിനുവേണ്ടി ഇനിയിപ്പോൾ തൽക്കാലം ആരുടെയും സഹായം ഞാൻ തേടുന്നില്ല എന്നും പറഞ്ഞ് മഹിമ പോവുകയാണ് കേട്ടോ. അപ്പോൾ വക്കീലിൻ്റെ മനസ്സിലുണ്ട്, മഹിമ ഇങ്ങനെ പറയണമെങ്കിൽ അവൾ കുട്ടിയല്ല, അതുകൊണ്ടാണ് എനിക്ക് അവളോട് പ്രേമം തോന്നിയത്, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്നേഹം അവളോട് തുറന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് വക്കീൽ മഹിമയുടെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കാൻ നിൽക്കാണ്ട്. അപ്പോഴത്തേക്കും അബി അങ്ങ് തടയുകയാണ്. എന്നിട്ട് അബി ചോദിക്കുകയാണ്, എന്താ വക്കീലെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മഹിമയോട് സംസാരിക്കാൻ വന്നതാണ്, ഞാൻ മഹിമയോട് കുറച്ച് തുറന്ന് സംസാരിക്കാം, എന്നാൽ പിന്നെ മഹിമയുടെ തെറ്റിദ്ധാരണ മാറുമല്ലോ, മഹിമയുടെ മനസ്സിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അബി അപ്പോഴത്തേക്കും മനസ്സിലാക്കുകയാണ്, ഇവർ പരസ്പരം തുറന്ന് സംസാരിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ പ്ലാനുകളൊക്കെ തകർന്നു വീഴും, അതുകൊണ്ട് ഇയാളെന്നെ ഇപ്പോൾ സംസാരിക്കാൻ സമ്മതിക്കരുത് എന്ന് ചിന്തിച്ചിട്ട് അബി പറയുകയാണ്, അത് ഇപ്പോൾ മഹിമ നല്ല ടെൻഷനിലാണ്, ഈ സമയത്ത് ഒന്നും സംസാരിക്കേണ്ട വക്കീലെ, കാരണം അവൾ എക്സാം എഴുതിയതിൻ്റെ റിസൾട്ട് വന്നു, അതിൽ നല്ല മാർക്ക് കുറവുണ്ട്, അപ്പോൾ നമ്മളുമായിട്ടൊക്കെ സംസാരിച്ചത് കൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്നൊക്കെയാണ് അവൾ കരുതി വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളോട് എല്ലാവരോടും അവൾ ദേഷ്യത്തിൽ പെരുമാറുകയാണ്, അതുകൊണ്ട് അടുത്ത തവണയെങ്കിലും എനിക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ വക്കീൽ ഇപ്പോൾ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് മുകുന്ദനെ അവിടെ നിന്നും അബിയും കൂട്ടുകാരും പറഞ്ഞയക്കുകയാണ്. പിന്നീട് ശാലിനി ഗിരിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ശാലിനി ഗിരിയോട് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെയും നിന്നെ കാത്തു നിന്നത് അവസാനമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത്, ഇതുവരെ നിന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടാകുമെന്നാണ് കരുതിയത്, പക്ഷേ നിനക്ക് എന്നെ വേണ്ട എന്നുള്ളത് എനിക്ക് മനസ്സിലായി, എൻ്റെ സ്നേഹം നിനക്ക് വേണ്ട എന്നുള്ളത് എനിക്ക് മനസ്സിലായി, കുട്ടിക്കാലം മുതലേ ഞാൻ നിന്നെ അത്രയ്ക്കധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നിനക്ക് ഏതോ ഒരു പോലീസുകാരിയെ കിട്ടിയതോടുകൂടി എൻ്റെ സ്നേഹത്തിന് ഒരു വിലയും നീ കൽപ്പിച്ചില്ല, പക്ഷേ ഞാൻ ഇനി തോറ്റു മടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, നീയും മഞ്ജുവും സന്തോഷകരമായി ജീവിക്കാൻ ഈ ശാലിനി സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഗിരിയെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, എന്നെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിലൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല, പക്ഷേ എൻ്റെ മഞ്ജുവിനെ നീ തൊട്ട് കളിച്ചാൽ നീ വിവരമറിയും, പിന്നെ ഈ
ഗിരി ആരാണെന്നുള്ളത് മനസ്സിലാക്കും. എൻ്റെ മഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നെ ജീവനോടെ കത്തിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. സ്ത്രീകളെ തല്ലില്ല എന്നുള്ളത് ഞാൻ എൻ്റെ അച്ഛന് കൊടുത്ത വാക്കാണ്. പക്ഷെ ആ വാക്ക് ഞാൻ അങ്ങ് തെറ്റിക്കും. എൻ്റെ മഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ ദേഹത്ത് നീ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഗിരി ആരാണെന്നുള്ളത് നീ അറിയുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ഗിരി പോവുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ശാലിനിയുടെ മനസ്സിലുള്ള പക കൂടുകയാണ്. പിന്നീട് സ്വപ്നയാണെങ്കിലോ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഭാനുമ്മ വരികയാണ്. എന്നിട്ട് ഭാനുമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അമ്മ എന്നെ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ചില്ലേ? ഗിരിയേട്ടന്റെ വാക്കും കേട്ടിട്ട് അമ്മയ്ക്കിപ്പോ വലുത് ഗിരിയേട്ടനാണ് എന്ന് പറയട്ടോ. അപ്പൊ ഭാനുമ്മ പറയണേ, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. മഹിമ നിന്നെ അടിക്കുന്നതിലും ഭേദമല്ലേ ഞാൻ നിന്നെ അടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് നിന്നെ അടിച്ചത്. പക്ഷെ നിന്റെ ഭാഗത്ത് ഒരു ന്യായവുമില്ല. ഗിരിയുടെ ഭാഗത്താണ് ന്യായമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗിരിയുടെ ഭാഗത്ത് നിന്നത്. നീ എന്തിനാണ് അവരുടെ ബെഡ്റൂമിൽ കള്ളനെ പോലെ കയറിയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയട്ടോ. അപ്പൊ സ്വപ്ന പറയണ, ഗിരിയേട്ടൻ കാണിച്ചത് ന്യായമുണ്ടോ? എന്റെ ഫോൺ തട്ടിപ്പടിച്ച് എടുത്തില്ലേ ഗിരിയേട്ടൻ? അത് ശരിയാണോ എന്ന് ചോദിക്കട്ടെ. അപ്പൊ ഭാനുമ്മ പറയുന്നുണ്ട്, നിന്റെ മേലുള്ള അധികാരവും ഭരണവും ഒക്കെ ഗിരി നിർത്തും. നീ ഞാൻ പറയുന്നത് പോലെ ഒരു ഉപായം ചെയ്യ്. നിന്റെ കല്യാണത്തിന് നീ സമ്മതിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്നങ്ങ് സ്വപ്ന പതറി പോവുകയാണ് കേട്ടോ. ഇല്ല അമ്മേ, എനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോൾ എന്നെ ഇനി വെറുതെ ചിരിപ്പിക്കരുത്. മറ്റുള്ള കുട്ടികൾ പറയുന്നത് പോലെ നീ പറയണ്ട. നിന്റെ തോറ്റ വിഷയം തന്നെ നീ അതിൽ നിന്ന് ജയിക്കാൻ വേണ്ടി നോക്ക്. എന്നിട്ടല്ലേ നീ പഠിപ്പിനെ കുറിച്ച് പറയുന്നത്. നീ കല്യാണത്തിന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗിരി നിന്നെ ഭരിക്കാനും നിന്നെ ശ്രദ്ധിക്കാനും ഒന്നും വരില്ല. അതല്ലേ നല്ലത്. ഇപ്പോഴാവുമ്പോൾ നിന്നെ ഗിരി കല്യാണം കഴിച്ചു കൊടുക്കാനൊക്കെ താല്പര്യം കാണിക്കും. മറ്റേതാവുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ മഞ്ജുവിൻ്റെ വലയിൽപ്പെട്ട് ഗിരി നിന്റെ കല്യാണം പോലും നടത്തി തരാൻ മടിക്കും. അതിനേക്കാളും നല്ലതല്ലേ ഇപ്പൊ തന്നെ നിന്റെ കല്യാണം നടത്തുന്നത്. അതിന് സമ്മതിക്കും മോളെ എന്ന് പറഞ്ഞ് സ്വപ്നയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കാൻ കേട്ടോ. പക്ഷേ മനസ്സിലൊന്ന് കരുതിയിട്ട് തന്നെയാണ് സ്വപ്ന ഭാനുമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാനും ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് അമ്മേ. ഞാനിപ്പോൾ പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും കല്യാണം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. മഞ്ജുവിനെ ഗിരിയേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനുള്ള കാരണങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടതും. അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി എന്നൊക്കെ പറയാൻ. പിന്നീട് പീതാംബരൻ ഗിരിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നിട്ട് ഗിരിയോട് പറയുന്നുണ്ട്, എനിക്ക് കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടി. ഇനി കുറച്ചു പൈസ കൂടിയാണ് സഞ്ജയ് എനിക്ക് തരാനുള്ളൂ. അതിനുവേണ്ടി തൽക്കാലം ഞാനിപ്പോൾ അവൻ്റെ കാറ് സ്വന്തമാക്കിയിട്ടുണ്ട്. എനിക്ക് തരാനുള്ള ബാക്കി തുക കൂടി തന്നു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്നും പോവും. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയട്ടോ. അങ്ങനെ ഗിരി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് നല്ലത്? ഞാൻ എന്തായാലും മഞ്ജുവിനെ കണ്ട് സത്യമൊന്നും പറയാൻ പോകുന്നില്ല. കാരണം നിന്റെ കൂടെ കൂടിയതിൻ്റെ ശേഷം എനിക്ക് ഉയർച്ചകൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഞ്ജുവിനോട് ഒരിക്കലും ഞാൻ ഈ സത്യമൊന്നും പറയാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പീതാംബരൻ കൈ കൊടുത്ത് ഗിരിയുടെ അടുത്ത് നിന്ന് പോവുകയാണ്. അപ്പോഴൊക്കെ ഗിരിക്ക് നല്ല പേടിയുണ്ട്. ഇയാളെ തന്നെ സൂക്ഷിക്കണം. ഇയാൾ ഇനിയും പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആ ഒരു പേടിയും ഭയവും ഒക്കെ ഗിരിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഗിരി ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് വക്കീൽ വരുന്നത്. അങ്ങനെ വക്കീൽ ചോദിക്കുന്നുണ്ട്, അതാ പീതാംബരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, നിന്നെ കാണാൻ എന്തിനാ അയാൾ വന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഗിരി വഴുതി മാറുന്ന സമയത്തൊക്കെ വക്കീൽ പറയുന്നുണ്ട്, നിന്നെ ഞാൻ കുറേ നാളായി കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയും കാണുന്നതല്ലേ, നമ്മൾ അത്രയും ചെറുപ്പം മുതലേ പരിചയമുള്ള, നിനക്ക് നല്ല പേടിയുണ്ടല്ലോ അയാളെ കാണുന്ന സമയത്ത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഗിരി പെട്ടെന്ന് അങ്ങ് പതറി പോവുകയാണ് കേട്ടോ. എന്നിട്ട് അയാൾ മഞ്ജുവിനെ കുറിച്ച് അന്വേഷിച്ചതാണ്, മാധവൻ സാറിൻ്റെ കൊലപാതകത്തിൽ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരി മുകുന്ദ, എനിക്ക് ബാറിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഗിരി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ വക്കീലിൻ്റെ മനസ്സിലൊരു ചെറിയ സംശയം വരികയാണ്. ഗിരി എന്തോ പതറുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത വരികയാണ്. അടുത്ത എപ്പിസോഡിൽ അബിയുടെ കള്ളത്തരം മഹിമ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വക്കീലും മഹിമയും കൂടി സംസാരിക്കുന്ന സമയത്ത് മഹിമയോട് വക്കീൽ ഉപദേശിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എക്സാം കഴിഞ്ഞതിൽ മാർക്ക് കുറവുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അടുത്ത എക്സാമിൽ നല്ലതുപോലെ പഠിച്ച് മാർക്ക് വാങ്ങാൻ നോക്കണം. നീ തന്നെയല്ലേ എന്നെയൊക്കെ ഉപദേശിച്ച് തരാറുള്ളത് എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് മഹിമ, എന്താ വക്കീൽ പറയുന്നത്? എന്ത് എക്സാം? എങ്ങനെ മാർക്ക് കുറഞ്ഞു എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ അല്ല, അബി എന്നെ കണ്ടു ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ മഹിമ തന്നെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ മഹിമയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. അബി എന്തോ ഒരു കുത്തിത്തിരിപ്പ് വക്കീലിൻ്റെ അടുത്ത് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. മഹിമ അബിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ അബിയും കൂട്ടുകാരും നിന്ന് സംസാരിക്കുന്ന ആ സമയത്ത് മഹിമ ചെന്ന് അബിയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി കോളേജ് കഴിയുന്നത് വരെ എന്നെ ആരെങ്കിലും ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും എന്നെ
എന്നോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഗിരിയേട്ടനോട് പറയും, ഗിരിയേട്ടൻ നിങ്ങളെ കണ്ട് സംസാരിച്ചോളും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മഹിമ പോകുന്നത്. മഹിമ പോയി കഴിഞ്ഞ ശേഷം അഭിയുടെ പക മനസ്സിൽ വീണ്ടും കൂടുകയാണ് കേട്ടോ. അങ്ങനെ കവള് തടവിക്കൊണ്ട് അഭി മനസ്സിൽ കരുതുകയാണ്, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, ഏത് ഗിരിയേട്ടൻ വിചാരിച്ചിട്ടും കാര്യമില്ല, നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ സ്വയം മനസ്സിൽ അഭി കരുതുകയാണ്. പിന്നീട് ഗിരിയുടെ വീട്ടിലേക്ക് ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷത്തിൽ ആളുകൾ വരികയാണ്. അത് ശാലിനി ഏർപ്പാടാക്കിയ ഗുണ്ടകളാണെന്നാണ് കരുതിയിട്ടുണ്ടാവുക, പക്ഷേ അത് ഗിരി തന്നെയായിരിക്കും. അങ്ങനെ മഞ്ജുവും ഭാനു അമ്മയും സ്വപ്നയും കൂടി കളി കണ്ടോണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അപ്പൂപ്പന്റെ വേഷത്തിൽ വന്ന ആൾ മഞ്ജുവിന്റെ കൈ കയറി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ മഞ്ജു പെട്ടെന്ന് അങ്ങ് കൈ കൊതറി മാറ്റുന്നുണ്ട്. പിന്നീട് അടുക്കളയിൽ പോയി ജോലി ചെയ്യുന്ന മഞ്ജുവിനെ പുറകിലൂടെ ചെന്ന് അപ്പൂപ്പന്റെ വേഷം കെട്ടി ചെന്ന ആള് പുറകിലൂടെ ചെന്ന് മഞ്ജുവിന്റെ വായ പൊത്തുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ജു പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവുകയാണ്. അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷത്തിൽ വന്നിട്ടുള്ളത് മറ്റാരും ആയിരിക്കില്ല, ഗിരി തന്നെയായിരിക്കും. അവരെ ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടി, മഞ്ജുവിനെ ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട്. പിന്നീട് സ്വപ്ന എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ കതക് തുറന്ന് സഞ്ജയുടെ അടുത്തേക്ക് പോവാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഇരുട്ടത്ത് കൂടി സ്വപ്ന പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ലൈറ്റ് അങ്ങ് വരികയാണ്. എന്നിട്ട് മഞ്ജു വരികയാണ് കേട്ടോ. എവിടേക്കാണ് നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോവുമെന്ന് പറഞ്ഞ് കതക് തുറന്ന് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മഞ്ജു തടയുകയാണ്. എന്നിട്ട് മഞ്ജു സ്വപ്നയുടെ കൈ അങ്ങ് ബാക്കിലേക്ക് പിടിച്ചിട്ട് അങ്ങ് ഉന്തിത്തള്ളി റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. നീ എവിടേക്കും പോവില്ല എന്ന് പറഞ്ഞ് കതക് കുറ്റിയിടുകയാണ്. മഞ്ജുവിനെ ധിക്കരിച്ച് സ്വപ്ന പോകുന്ന സമയത്ത് മഞ്ജു സ്വപ്നയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ബലം പിടിച്ച് സ്വപ്നയെ റൂമിലേക്ക് ആക്കിയ ശേഷം കുറ്റിയിടുകയാണ്.